നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന് 2 കേസുകളിൽ ജാമ്യം ലഭിച്ചു. കടയംമുടമ്പ് ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലുമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കാപ്പ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി കാപ്പ കൂടി റദ്ദാക്കിയാൽ ആർ. സുഗതന് ജയിൽ മോചിതനാകാം. സഹപാഠികളായ പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല കുറിപ്പുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ MBBS വിദ്യാർത്ഥിയായ പ്രതിക്ക് ജാമ്യം കിട്ടാൻ കാരണം പോലീസിന്റെ അനാസ്ഥയെന്ന ആക്ഷേപം. പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇന്നലെ രാത്രി 11:30യോടെയാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ചൊവ്വാഴ്ച വയനാട് സ്വദേശി 3ാം വർഷ MBBS വിദ്യാർത്ഥിയുമായ എബേൽ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. ഫോണിൽ ഇയാൾ പെൺകുട്ടികളുടെ ചിത്രം പകർത്തി പ്രചരിപ്പിക്കുന്നത് പതിവായതോടെയാണ് പരാതി നൽകിയത്. 13 സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത്. പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ നിന്നെടുത്ത ഫോട്ടോകളാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച ആദ്യം വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കാൻ പോലീസ് വിമുഖത കാട്ടിയെന്നും പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളെ മണിക്കൂറുകൾ കാത്തു നിർത്തിയെന്നുമാണ് വിദ്യാർത്ഥികളുടെ പരാതി. കേസിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം കിട്ടിയിരുന്നു. 8 വിദ്യാർത്ഥികളാണ് നിലവിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും പരാതികളിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. പോലീസ് FIR ഇടാനോ കുട്ടികളുടെ മൊഴിയെടുക്കാനോ കൂട്ടാക്കിയില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. പരാതികൾക്ക് ഒരേ സ്വഭാവമാണെന്നും വ്യത്യസ്ത FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നുമാണ് പോലീസിന്റെ നിലപാട്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വെള്ളിയാഴ്ച പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയും മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് SPയും ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഇല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ അടക്കം പരിശോധിക്കാൻ നിർദ്ദേശിക്കും. റാമിനെ രക്ഷിക്കാൻ പോലീസ് തലപ്പത്ത് ഗൂഢാലോചനയുണ്ടായെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പറഞ്ഞു. എന്തിനാണ് ഇവിടെ പോലീസ്? പാവപ്പെട്ടവരെ ദ്രോഹിക്കാനും സ്വാധീനമുള്ളവരെ രക്ഷിക്കാനുമാണോ? പണമുള്ളവർക്ക് എന്തും ചെയ്യാമെന്നാണോ? ജനം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഭരണകർത്താക്കൾ ഓർക്കുക. ഹൈക്കോടതിയുടേതാണ് അതിരൂക്ഷ വിമർശനവും മുന്നറിയിപ്പും. ശബരിമല തന്ത്രിസ്ഥാനത്ത് കണ്ഠരര് രാജീവര് തുടരണമോ എന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് വന്നതും കടുത്ത ജാമ്യ വ്യവസ്ഥകൾ നിലനിൽക്കുന്നതും കാരണം രാജീവർക്ക് തന്ത്രിസ്ഥാനത്ത് തുടരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ചുമതലയിൽ നിന്നും മാറ്റുന്ന കാര്യവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചിന്തിക്കുന്നുണ്ട്. പകരം മകൻ ബ്രഹ്മദത്തിന് തന്ത്രിസ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് അടുത്തിടെ കത്ത് നൽകിയിരുന്നു. തന്ത്രിസ്ഥാനം സംബന്ധിച്ച് ബോർഡിന് അനുയോജ്യമായ തീരുമാനമെടുക്കാമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഏറെ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ യോഗം നിർണായകമാണ്. വെളിച്ചമില്ലാത്തതിനെ തുടർന്ന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ രോഗിയുടെ മുറിവ് തുന്നിക്കെട്ടേണ്ടി വന്ന സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പാലോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് സംഭവം നടന്നത്. ആ ശസ്ത്രക്രിയാ മേശയിൽ രക്തം വാർന്നു കിടന്നത് സ്വന്തം കുട്ടിയായിരുന്നുവെങ്കിൽ വൈദ്യുതി തടസ്സം അരമണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ, അതുവരെ കാത്തിരിക്കാം എന്ന് മുരളീധരൻ പറയുമായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു. സർക്കാർ ആശുപത്രിയിൽ ജനറേറ്റർ ഇല്ലാത്ത വീഴ്ച മറച്ചുവെച്ച് പരിമിതിക്കുള്ളിൽ നിന്ന് സേവനം നൽകുന്ന ഡോക്ടർമാരെ കുറ്റപ്പെടുത്താനാണ് മന്ത്രി ശ്രമിച്ചതെന്നും അവർ ആരോപിച്ചു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2ാം പ്രതി DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. വെള്ളിയാഴ്ച ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. DYFI നേതാവ് ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് ആദ്യം അയച്ചത് റിബേഷിനാണെന്നും സ്ക്രീൻഷോട്ട് റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് റിബേഷ് ആണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തൊടുപുഴ കൊളുക്കുമലയിലെ സിംഹപ്പാറ ഭാഗത്ത് 500 അടി താഴ്ചയുണ്ടായിരുന്ന മരണക്കുഴിയിലേക്ക് ചെന്നൈ സ്വദേശി 31-കാരൻ കാർത്തിക് തലകറങ്ങി വീണിരുന്നു. മൂന്നാറിലെ അഗ്നിരക്ഷാ സേന നേതൃത്വത്തിൽ 5 മണിക്കൂർ തുടർന്ന ദൌത്യത്തിനൊടുവിൽ ആ ജീവൻ വീണ്ടെടുത്തു. 500 അടി താഴ്ചയിൽ പുല്ലുകൾക്കിടയിൽ താഴെ പോകാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു കാർത്തിക്. ദുർഘടമായ ഭൂപ്രകൃതിയും കുഴിയിലേക്ക് ഇടിഞ്ഞു വീഴേക്കാവുന്ന മണ്ണും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. അതൊന്നും വകവയ്ക്കാതെ വടങ്ങളിൽ തൂങ്ങി 7 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കൊക്കയിലേക്ക് ഇറങ്ങി. രക്ഷാപ്രവർത്തനത്തിന് സഹായികളായി നാട്ടുകാരും ജീപ്പ് ഡ്രൈവർമാരും എത്തി. ഒന്നനങ്ങാൻ പോലുമാകാതെ തൂങ്ങിക്കിടക്കുന്ന കാർത്തിക്കിനെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കണ്ടെത്തി. തുടർന്ന് അതീവ ശ്രദ്ധയോടെ സ്ട്രെച്ചറിലാക്കി. പാറകളിൽ തട്ടാതെ മുകളിലുള്ളവർ ആ കയർ വലിച്ചു കയറ്റി. അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ നോബിൾ ജോർജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തമ്പിദുരൈ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. കാർത്തിക്കിനെ മൂന്നാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട്.
കഠിനംകുളം പുതുക്കുറിച്ചി ചേരമാൻ തുരുത്തിൽ വീടിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 87 ഗ്രാം MDMA പോലീസ് പിടികൂടി. ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതി പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു. ചേരമാൻ തുരുത്ത് അസ്ജർ മൻസിലിൽ അസ്ജർ ആണ് രക്ഷപ്പെട്ടത്. ബുധനാഴ്ചയാണ് ഡാൻസാഫ് സംഘവും കഠിനംകുളം പോലീസും ചേർന്ന് അസ്ജറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. മുറിയിലെ അലമാരിയിലെ രഹസ്യ അറയിൽ 2 കവറുകളിലായി MDMAയും ഇത് അളന്നു വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും പോലീസ് കണ്ടെടുത്തു. സ്വന്തം ഉപയോഗത്തിനും പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതിനുമാണ് ഇവ സൂക്ഷിച്ചിരുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അന്വേഷണം പൂർത്തിയാക്കി പ്രതിയെ പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥരുടെ കൈ തട്ടിമാറ്റി ഇയാൾ സമീപത്തെ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടത്. പോലീസുകാർ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. ചാത്തന്നൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. വരിഞ്ഞം സ്വദേശി സുജിത്താണ് പോലീസിന്റെ പിടിയിലായത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പ്രതി സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ചാത്തന്നൂർ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പോക്സോ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രമായ വരാട്ടുമേട്ടിൽ വ്യക്തി കയ്യേറിയ 10 ഏക്കർ സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ തിരിച്ചുപിടിച്ചു. ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച ഹോം സ്റ്റേ കെട്ടിടവും കഫറ്റീരിയയും ഇരുമ്പ് വേലികളും കരിങ്കൽ കെട്ടും പൊളിച്ചു നീക്കി. പടുതാക്കുളവും തകർത്തു. വാരാട്ടുമേട് സ്വദേശി പ്രതീഷ് കയ്യേറി സെബിൻ ആന്റണിക്ക് കൈമാറിയ ഭൂമിയാണ് തിരികെ പിടിച്ചത്. ഇവിടെ നടൻ പ്രകാശ് രാജിനും കുറച്ച് പട്ടയ ഭൂമിയുണ്ട്. എന്നാൽ ഇതിനോട് ചേർന്നും കുറച്ച് ഭൂമിക്ക് പട്ടയമില്ലെന്നാണ് പീരുമേട് തഹസീൽദാർ പറയുന്നത്. ഇത് പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിൽ അളന്നു തിട്ടപ്പെടുത്താനായി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. പ്രകാശ് രാജിന്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. റെയിൽവേ വൈദ്യുതീകരണത്തിൽ ഭാരതം ലോകത്തെ 2ാമത്തെ രാജ്യമായി. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച സ്വിറ്റ്സർലൻഡ് മാത്രമാണ് ഭാരതത്തിനു മുന്നിൽ. 82% വൈദ്യുതീകരിച്ച ചൈന 3ാമത്, 4ാമത് സ്പെയിൻ 67%, 5ാമത് ജപ്പാൻ 64%, 6ാമത് ഫ്രാൻസ് 60%, 7ാമത് ബ്രിട്ടൻ 39%. ഭാരതത്തിലെ 99.6% ബ്രോഡ്ഗേജ് ലൈനുകളും വൈദ്യുതീകരിച്ചതായി റെയിൽവേ അറിയിച്ചു. ഇതോടെ ഡീസൽ ഉപയോഗവും കുത്തനെ കുറഞ്ഞു. 2015-16 293 കോടി ലിറ്റർ ഡീസലാണ് ട്രെയിനുകളിൽ ഉപയോഗിച്ചതെങ്കിൽ 2024-25 ഇത് 108 കോടി ലിറ്ററായി കുറഞ്ഞു. ഇതുവഴി ചെലവും പരിസ്ഥിതി മലിനീകരണവും കുറയ്ക്കാനുമായി. റെയിൽവേ 1260 മെഗാവാട്ട് സൗരോർജ്ജവും കാറ്റാടി വൈദ്യുതിയുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം കടുക്കുന്നതിനിടെ ഡൽഹിയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. 30 കമ്പനി കേന്ദ്രസേനയെ ഡൽഹിയിലേക്ക് അധികമായി വിന്യസിച്ചു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിമാനമാർഗമാണ് സൈന്യത്തെ എത്തിച്ചത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ സഹപ്രവർത്തകയായ IPS ട്രെയിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ട്രെയിനി IPS ഓഫീസർ M. ഉദയ് കൃഷ്ണ റെഡ്ഡി വിഷം കഴിച്ചിട്ടില്ലെന്ന് ഡോക്ടർമാർ. ആത്മഹത്യാ ശ്രമമെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉദയ് കൃഷ്ണ റെഡ്ഡിയുടെ വൈദ്യപരിശോധനയിൽ ശരീരത്തിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തിയില്ലെന്ന് ചികിത്സിക്കുന്ന ജയന്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ രവിശങ്കർ റെഡ്ഡി വ്യക്തമാക്കി. രക്തപരിശോധനയിൽ മദ്യത്തിന്റെ സാന്നിധ്യം മാത്രമാണ് കണ്ടെത്തിയതെന്നും ഭക്ഷണം കഴിക്കാതിരിക്കുകയും അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുകയും ചെയ്തതാണ് ബോധക്ഷയത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും ഡോക്ടർ അറിയിച്ചു. ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ലാൽ ചൌക്ക് പ്രദേശത്തെ കോട്ട്വാൾ ഗാലിയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പോലീസ് സംഘത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർത്തതിനെ തുടർന്ന് ഒരു ഹെഡ് കോൺസ്റ്റബിൾ വെടിയേറ്റ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇന്ത്യ റിസർവ് IR3 3ാം ബറ്റാലിയനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഖുറേഷി ബെൽറ്റ് നമ്പർ 20 ആണ് മരിച്ച ഉദ്യോഗസ്ഥൻ. ബുഡ്ഗാം ജില്ലയിൽ ലാൽപോറ ബർവയിൽ താമസിക്കുന്ന ഖുറേഷി നിലവിൽ അനന്ത്നാഗ് ഔട്ട്പോസ്റ്റ് കൺട്രോൾ സെല്ലിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഉച്ചയ്ക്ക് 12:35ഓടെയാണ് തിരക്കേറിയ കോട്ട്വാൾ ഗാലി മാർക്കറ്റ് പ്രദേശത്ത് വിന്യസിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തീവ്രവാദികൾ ലക്ഷ്യമിട്ടത്. പഞ്ചാബിലെ ഒരു പ്രധാന സർക്കാർ നിയമന പരീക്ഷയ്ക്കിടെ നടന്ന വിപുലമായ തട്ടിപ്പ് കണ്ടെത്തി. ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസസ് 454 തസ്തികകളിലേക്ക് നടത്തിയ ഫാർമസി ഓഫീസർ റിക്രൂട്ട്മെന്റ് പരീക്ഷ മികച്ച ഫണ്ടിങ്ങും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ ഒരു റാക്കറ്റിന്റെ ലക്ഷ്യമായി മാറി. ഇത് പരീക്ഷ ഇൻവിജിലേറ്റർമാരുടെ മൂക്കിന് താഴെ തത്സമയം തന്നെ കോപ്പിയടിക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിച്ചു. ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷ നടന്നത്. പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. പരീക്ഷയുടെ ആദ്യ 15 മിനിറ്റിനുള്ളിൽ
ഫിറോസ്പൂരിലെ ഒരു സെന്ററിലെ ഒരു ഉദ്യോഗാർത്ഥി ചോദ്യപേപ്പർ പകർത്താൻ ഒരു മറഞ്ഞിരിക്കുന്ന ക്യാമറ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു. ആ ചിത്രം ഹരിയാനയിലെ ഭിവാനിയിലുള്ള ഒരു സഹപ്രവർത്തകന് വാട്സാപ്പ് വഴി അയച്ചു. അത് ഫരീദ്കോട്ടിലെ ഒരു വീടിനുള്ളിൽ സ്ഥാപിച്ച താൽക്കാലിക കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഹാൻഡ്ലർക്ക് കൈമാറി. ആ കൺട്രോൾ റൂമിൽ നിന്ന് ഒരു ചെറിയ സംഘം വേഗത്തിൽ ചോദ്യപേപ്പറുകൾ പരിഹരിക്കുകയും പരീക്ഷാ ഹാളിനുള്ളിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരങ്ങൾ തിരികെ നൽകുകയും ചെയ്തു. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ വയർലെസ് ഉപകരണങ്ങൾ വഴിയാണ് ഇത് ചെയ്തത്. അവ ഉദ്യോഗാർത്ഥികൾക്ക് മുൻകൂട്ടി നൽകിയിരുന്നു. മറച്ചുവെച്ച് കണ്ടെത്താനാകാത്ത, ധരിക്കാൻ കഴിയുന്നത്ര ചെറുതായിരുന്നു ഇവ. പരിശോധന ഒഴിവാക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്ഥലങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ മിനിയേച്ചർ ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ ഒളിപ്പിച്ചതായി അന്വേഷകർ കണ്ടെത്തി. അവ തലപ്പാവുകൾക്കുള്ളിൽ തിരികെ വയ്ക്കുക, സോക്സിനുള്ളിൽ ഒളിപ്പിക്കുക, അടിവസ്ത്രങ്ങളിൽ പോലും തുന്നിച്ചേർക്കുക എന്നിവ ചെയ്തിരുന്നു. മറഞ്ഞിരിക്കുന്ന പെൻ ക്യാമറകളും ഇയർ പീസുകളും ഉപയോഗിച്ച് ഈ സജ്ജീകരണം പരീക്ഷാ ഹാളിനും പുറം ലോകത്തിനും ഇടയിൽ പരീക്ഷാ സമയം മുഴുവൻ ഒരു തത്സമയ 2-വേ ചാനൽ അനുവദിച്ചു. ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ ആക്രമണം. തുടർച്ചയായ 12ാം ദിവസമാണ് ആക്രമണം. ബുഷഹർ ആണവ നിലയത്തിനോടടുത്ത വൈദ്യുതി സബ്സ്റ്റേഷനിലടക്കം ആക്രമണമെന്ന് റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഓരോ കപ്പലുകളെ ആക്രമിക്കുമ്പോഴും ഇറാനിലെ ഒരു പാലമോ പവർ പ്ലാന്റോ അമേരിക്ക ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സൗദി അറേബ്യയിലെ അൽ ഷുഖൈക്കിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടതായും കപ്പലിൽ തീപിടുത്തമെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ്. 3 ആഴ്ചയ്ക്കിടെ ഇറാനിൽ 58 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയും അമേരിക്കയും ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചതായി US ഊർജ്ജ വകുപ്പ് വ്യക്തമാക്കി. ഇസ്രായേലിന്റെ എതിർപ്പ് അവഗണിച്ചാണ് കരാർ. മധ്യ മെക്സിക്കോയിലെ ടെമോവാക്കിന്റെ മേയറും പ്രസിഡന്റ് ക്ലോഡിയ ഷെർബാമിന്റെ ഭരണകക്ഷിയുടെ സഖ്യകക്ഷിയുമായ വാലന്റൈൻ ലാവിൻ ബുധനാഴ്ച ജൂലൈ 22-ന് ടൗൺ ഹാളിനുള്ളിൽ വെടിയേറ്റു മരിച്ചതായി അധികൃതർ അറിയിച്ചു. മെക്സിക്കോ സിറ്റിക്കടുത്തുള്ള മധ്യ സംസ്ഥാനമായ മൊറൈലോസിന്റെ ടെമോവാക്കിലെ തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾക്കുള്ളിലാണ് ലാവിൻ കൊല്ലപ്പെട്ടതെന്ന് മൊറൈലോസിന്റെ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. ബുധനാഴ്ച ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വീണ്ടും വലിയ തടസ്സം നേരിട്ടു. 72 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് തടസ്സം നേരിട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ലോഗിൻ ചെയ്യാനോ ഫീഡുകൾ സ്ക്രോൾ ചെയ്യാനോ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാനോ കഴിഞ്ഞില്ല. വാരാന്ത്യത്തിൽ സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.